ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ കൂടിയാണ്. മാത്രമല്ല പുരുഷന്മാരാണെങ്കിൽ പോലും അവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓക്കെ, അവർ ഈ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നല്ല ആക്റ്റീവ് ആയതുകൊണ്ടും നല്ല മിടുക്കായതുകൊണ്ടും അവർക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സൂപ്പർ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദിസ് ഈസ് ഇക്ബാൽ ഉസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം പൂരം കഴിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. ഓക്കെ, നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരം അല്ലെങ്കിൽ ഒരു വിഭവം കൂടിയാണ് പൂരം എന്നുള്ളത്. നമ്മുടെ മുൻപെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കി പോന്നിരുന്നൊരു സംഭവമാണ് ഈ പൂരം എന്ന് പറയുന്ന സംഭവം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എനിക്ക് കുറച്ച് പൂരം കഴിക്കണം, ഭയങ്കരമായിട്ട് പൂരം കഴിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് നമ്മുടെ വീടുകളിലൊന്നും ഇപ്പോൾ പൂരം അങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റോക്കില്ല. അതുകൊണ്ട് ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അന്വേഷിച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലായത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സാധനം അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. ഓക്കെ, പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്, പൂരം. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കുറിച്ചിട്ട് നല്ലൊരു വീഡിയോ, ഇതൊരു നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് ആശയമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് ഇപ്പോൾ ഒരു സ്ത്രീകളാണെങ്കിലും അതല്ല ഇനിയിപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോർമലി ഈ ഒരു പൂരം എന്ന് പറയുന്ന സാധനം നമുക്കറിയാലോ, നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ വീട്ടിലെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അറിയുന്ന രൂപം കൂടിയാണ്. ഓക്കെ, അത് പലരും പല ടേസ്റ്റിലും പല സ്ട്രാറ്റജിയും പല ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ലതായിട്ടുള്ള നല്ല ടേസ്റ്റിലൊക്കെ അത് പലരും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്കറ്റിൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും ഈ ഒരു സാധനം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ ഇത് പറയുമ്പോൾ ഈ ഒരു സാധനം മാത്രമല്ല, നമുക്ക് ഇതുപോലെ തന്നെ വേറെയും പല ഐറ്റംസുകളും നമുക്കിതിൽ ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പൂരം എന്ന് പറയുമ്പോൾ പൂരം മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ മറ്റു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏത് പലഹാരങ്ങളും പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കി പോന്നിരുന്ന പലഹാരങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പാക്കറ്റും ബോക്സുകളൊക്കെ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകളും ചെറിയ ചെറിയ ഗ്രോസറി ഷോപ്പുകളും ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ നമ്മുടെ വീട്ടിൽ പണ്ട് ഉണ്ടാക്കിയിരുന്നത് പോലെ തന്നെ അത്രയും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നില്ല. കാരണം ഇത് കുറച്ച് ഇതിൻ്റെ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇതിൽ പണിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ആളുകൾ അധികം മെനക്കെട്ട് ഇതിൽ നിൽക്കാറില്ല. ഇപ്പം നമ്മൾ അച്ചപ്പം അതേപോലെ നെയ്യപ്പം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു സംഭവമാണ് പൂരം എന്നുള്ളത്. പക്ഷെ പൂരം എന്തുകൊണ്ടോ അങ്ങനെ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സംഭവമല്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു ഹൈ മാർജിൻ നല്ല പ്രോഫിറ്റോട് കൂടിയിട്ടൊരു ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെയിനായിട്ട് നമുക്ക് പൂരം ഉണ്ടാക്കാനുള്ളതായിട്ടുള്ള ഐറ്റംസുകളാണ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളതായിട്ട് വരുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും ഇപ്പോൾ നമ്മളത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ
പൂര ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇതുപോലൊരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു FSSAI ലൈസൻസ് എടുക്കണം. കാരണം ഇതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് FSSAI ലൈസൻസ് മസ്റ്റാണ്. ഓക്കെ, ലൈസൻസ് ഇല്ലാതെ നമ്മൾ ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫൈനും കിട്ടും, നമ്മുടെ ബിസിനസ്സും നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ FSSAI ലൈസൻസ് മസ്റ്റായിട്ട് എടുക്കുക. ഓക്കെ, ഒരു ട്രേഡ് ലൈസൻസും നമുക്കിപ്പോൾ അത് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചില്ലിൻ്റെ കുപ്പികളിൽ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് സംഭവത്തിൽ നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിന് ആവശ്യമായിട്ട് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കറാണ്. ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നമ്മുടെ ബ്രാൻഡും നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നല്ല സ്റ്റിക്കർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്റ്റിക്കറൊക്കെ ചെയ്തെടുക്കുന്ന ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു സ്റ്റിക്കർ ചെയ്യണം. അതിൽ നമ്മളെ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ വെച്ച് കൊടുക്കണം. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമ്മളെ FSSAI ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മളെ ഷോപ്പ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ്, ലൈസൻസ്, അഡ്രസ്സ്, അതേപോലെ തന്നെ ബാർകോഡ്, പ്രൈസ്, എക്സ്പയർ ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് MRP ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റിക്കർ ഇവിടെയും അടിക്കണം. അപ്പോൾ ഈ ഒരു രണ്ട് സംഭവം, അതേപോലെ തന്നെ ഒരു ബോട്ടിലും ചൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഒരു 1/4 കിലോനോ അല്ലെങ്കിൽ ഒരു 1/2 കിലോനോ അല്ലെങ്കിൽ ഒരു 1 kg ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്കിത് വിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ നമ്മളൊരു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് വലിയ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യരുത്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുക, എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിൽക്കാനായിട്ട് നമുക്കറിയാം വളരെയധികം കുറേ സ്ഥലങ്ങളിലൊന്നും നമ്മൾക്ക് ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ്, ഇതിപ്പം ഞാൻ മേടിച്ചത് നെസ്റ്റോ എന്നാണ്, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇതേം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നെസ്റ്റോ ഉൾപ്പെടെ പോലെയുള്ള പല ഒരുപാട് വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതേപോലെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്, മിനി മാർട്ടുകളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പലചരക്ക് കടകളുണ്ട്, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബേക്കറികളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പല രീതിയിൽ എല്ലാ കടകളിലും നമുക്ക് ഈ സാധനം വെച്ച് കൊടുക്കാം. ഇതൊരു ആളുകൾക്ക് ഉണ്ടാക്കാനുള്ളൊരു മടി കാരണം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിയം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഇത് നല്ല രീതിയിൽ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നല്ല അട്രാക്ഷനോട് കൂടിയിട്ടുള്ള സ്റ്റിക്കേഴ്സും അതിൻ്റെ നമ്മുടെ എന്താ പറയുക, നമ്മളെ ബ്രാൻഡ് നെയിമും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ഇതിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഇത് വിപണിയിൽ, മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചത് പൂരത്തിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, പൂരം പോലെ തന്നെ നമ്മുടെ വീടുകളിൽ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടാക്കി പോന്നിരുന്ന പല പലഹാരങ്ങൾ, വൈകുന്നേര പലഹാരങ്ങളും ഇന്ന് ഇല്ലാതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബോട്ടിലുകളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള രീതിയിലൊക്കെ നമുക്കതിനെ കേടാവാത്ത രീതിയിലൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള, അത് പുരുഷന്മാരാണെങ്കിൽ പോലും എല്ലാവർക്കും വളരെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല മാർജിനും നല്ല പ്രോഫിറ്റൊക്കെ കിട്ടണം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കിടക്കുന്നത് 160 ആണ് കേട്ടോ. 160 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ ഇത് നോർമലി ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ 50 to 60% നമുക്ക് മാർജിനും നല്ല പ്രോഫിറ്റും കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ ബിസിനസ്സാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ടേക്ക് കെയർ, ബൈ.